64ാമത് കേരള സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പിന്റെ പ്രയാണ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകി. പുതുക്കാട് സെന്റ് ആന്റണീസ് HS സ്കൂളിലാണ് ഘോഷയാത്രയായി എത്തിയ സ്വർണ്ണക്കപ്പിന് ഉജ്ജ്വല സ്വീകരണം ഒരുക്കിയത്. NCC, JRC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, തെയ്യം, മോഹിനിയാട്ടം, ഓട്ടൻതുള്ളൽ എന്നിവയുടെ അകമ്പടിയോടെയാണ് പുതുക്കാട് സെന്റ് ആന്റണീസ് HS സ്കൂൾ പരിസരത്ത് ഘോഷയാത്രയെ എതിരേറ്റത്. ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, അധ്യാപക, അനധ്യാപക ജീവനക്കാർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, PTA അംഗങ്ങൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരന്നു. KK രാമചന്ദ്രൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷയായിരുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിൻഡ സനൂജ്, പഞ്ചായത്ത് അംഗം ജോളി ചുക്കിരി, ഇരിങ്ങാലക്കുട DEO T ശൈല, ഇരിങ്ങാലക്കുട AEO ഓഫീസ് സൂപ്രണ്ട് പ്രേംജി, പുതുക്കാട് സെന്റ് ആന്റണീസ് HSS പ്രിൻസിപ്പാൾ ടോബി തോമസ്, പ്രധാന അധ്യാപകൻ M യൂജിൻ പ്രിൻസ് എന്നിവർ ആശംസകൾ നേർന്നു. വളരെ സന്തോഷമുണ്ട്. വളരെ നല്ലൊരു സ്വീകരണമായി നമുക്കിവിടെ പുതുക്കാടിന്റെ ഈ സെന്റ് ആന്റണീസ് സ്കൂളിൽ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു എന്നാണ് ഇതിന്റെ പ്രയാണത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞത്. അങ്ങനെ ഇത് ഏറ്റവും മികച്ച നിലയിൽ നടത്തി തീർക്കാൻ വേണ്ടി, വിജയകരമായി ഈ സ്വീകരണം ഒരുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ മറ്റ് ഡിവിഷൻ മെമ്പർമാർ, അധ്യാപകർ, എത്രയും പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണമാണ് പുതുക്കാട് സെന്റ് ആൻ സ്കൂള് ഇവിടെ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അഭിമാനകരമായി തൃശൂർ ജില്ലാ കലോത്സവത്തില്, സംസ്ഥാന കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഉയർത്തിയത് നമ്മളുടെ അഭിമാനമാണ്. ആ സ്വർണ്ണക്കപ്പ് ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നാളെ മുതൽ സ്കൂൾ കലോത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ്. മനോഹരമായ ഒരു തെയ്യക്കോലത്തിൽ ഈ ഒരു കലോത്സവത്തിന് ഒരു വരവേറ്റിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കല, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആനന്ദം. നമ്മുടെ ഓരോ വർഷവും മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലായിട്ട് വന്നു ചേരാനുള്ള പല സമയത്തായിട്ടുള്ള ആഘോഷങ്ങളും മറ്റുമൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് തുടർന്നുള്ള വർഷങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്നതിന് പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. ഉത്സവമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്, അല്ലാതെ ഒരു മത്സരമായിട്ടല്ല. പക്ഷേ എന്നാൽ നമുക്ക് വീണ്ടും ഈ കപ്പ് ഏറ്റുവാങ്ങുന്നതിന്